വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരു മുറി തേങ്ങ എടുക്കാം. ഞാൻ ഒരു പിടി പച്ചക്കടലയാണ് ഇത്. ഈ പച്ചക്കടല എടുത്തിട്ടുണ്ട്, നമുക്കത് എടുക്കാം. ഒരു 10 കാന്താരിമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കരിവേപ്പില വേണം. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് 2 എടുത്താലും മതി. പിന്നെ നമുക്ക് ഇത് ആദ്യം തന്നെ മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒന്ന് കുറുകിയിരിക്കുന്ന പരുവത്തിൽ അരച്ചെടുക്കാം. ഇതെല്ലാം മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ചട്നി ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് കണ്ട് ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി നീണ്ടെടുക്കരുത്. നമ്മളിത് ഒരു കടയിൽ വെച്ച് 1 സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കാം. അതിനകത്ത് നമുക്ക് ശകലം കടുക് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ഇച്ചിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. നമുക്കിതൊന്ന് തേങ്ങയും ഈ പച്ചക്കടലയും ഒന്ന് എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് ചൂടായി നല്ലൊരു മൂത്തതുപോലെയാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതിന് അധികം വേവൊന്നുമില്ല, പച്ചക്കടലയും തേങ്ങയും ആയതുകൊണ്ട്. നല്ലപോലെ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഇത് മാറ്റാം. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട, നമുക്കിതൊരു തോട്ടുകറി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, വടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.